stars. So നോക്കടാ, നമ്മൾ അവസാനം പഠിച്ചിട്ടുള്ള പാഠം ഏതാണ്? നമ്മുടെ സീറാസ് ഡേ ഔട്ട് ആണല്ലേ. നമുക്കറിയാം നമ്മൾ പാഠം വന്നിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ബട്ട് മിസ് പറഞ്ഞിട്ടുണ്ട് സീറാസ് നമ്മുടെ സീറയുടെ പാഠത്തിലെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും മിസ് കോണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും വരുമെന്നുള്ളത്. സോ നോക്കൂ, ഇവിടെ സീറാസ് ഡേ ഔട്ട് നമ്മുടെ സീറ കുട്ടിയില്ലേ, കാലിന് വയ്യാത്ത നടക്കാൻ പറ്റാത്ത നമ്മുടെ സീറയെ എങ്ങനെയാണ് സീറയുടെ കൂട്ടുകാരെ അവളെ പുറത്തു കൊണ്ടുപോകുന്നത്, അവളെ ഭംഗിയായിട്ട് പ്രകൃതി കാണിക്കുന്നത്, ചുറ്റുപാടും കാണിക്കുന്നത്, സീറ മയിലുകൾ കാണുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോ ആ പാഠത്തിലെ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആക്ടിവിറ്റി 1. What do you know about peacocks? What do you know about peacocks? നിങ്ങൾക്ക് എന്താണ് മയിലുകളെ കുറിച്ച് അറിയുക? മയിലിനെ കാണാത്ത ആരുണ്ടാവില്ലേ? സൂലൊന്ന് പോകണ്ട. നമ്മളിപ്പോ എന്താണ് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റോഡ് സൈഡിൽ കാണാറുണ്ട്, മൃഗശാല സൂല് പോലും എന്താണ് മയിലുകളെ കാണാറുണ്ട്. നമുക്കറിയാം നല്ല ഭംഗിയുള്ള ഏറ്റവും കാണാൻ ഭംഗിയുള്ള പക്ഷിയാണ് ഇത് മയിലില്ലേ. അപ്പൊ മയിൽ ആക്ച്വലി ദാറ്റ്സ് എ ബേർഡ്, ഒരു പക്ഷിയാണ്. അതും ഏറ്റവും സുന്ദരമാണ്, ഏറ്റവും ഭംഗിയുള്ള ബേർഡാണ് ഇത് മയില്. മയിലിന് ഇഷ്ടമില്ലാത്ത ആരുമില്ല അല്ലേ. അതേപോലെ മയിൽപീലും ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ ഇവിടെ നോക്ക്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യം മയിലിനെ കുറിച്ച് അറിയാതെ പറയുന്നേ. Choose the right word from the brackets and describe the peacock. നമ്മളിവിടെ പറയുന്നത് choose the right word from the bracket and describe the peacock. നമ്മളോട് ഇവിടെ ബ്രാക്കറ്റിന് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? ശരിയായിട്ടുള്ള ഉത്തരം, ചോദ്യത്തിന് ശരിയായ ഉത്തരം എന്ത് ചെയ്യും നമ്മൾ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, the peacock is a dash bird. The peacock is a dash bird. The peacock is a dash bird. ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നത്, നമുക്ക് ബ്രാക്കറ്റിൽ തന്നത് രണ്ട് വാക്ക്, സ്മോൾ, ബിഗ്. നമുക്കറിയാം മയിൽ എന്ന് പറയുന്നത് എന്താണ്. ഇപ്പൊ കാക്ക നമ്മൾ നോക്കുമ്പോൾ സ്മോൾ, നമ്മൾ കുരുവി നോക്കുമ്പോൾ സ്മോൾ, ആംഗ്രി ബേർഡ് നോക്കുമ്പോൾ സ്മോൾ, നമ്മൾ സ്പാരോസ് നോക്കുമ്പോൾ സ്മോൾ. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണോ മയിലിനെ കുറിച്ച് നോക്കുന്നത്, മയിൽ എന്താണ്? ഇറ്റ് ഈസ് എന്താ? ഈസ് ഇറ്റ് സ്മോൾ ഓർ ബിഗ്? സോറി ടു മിസ്, റണ്ണിങ് ലെറ്ററിൽ എഴുതി തരാം. അല്ല എഴുതുന്നില്ല, നിങ്ങൾക്ക് മിസ് സിംഗിൾ ലെറ്ററിൽ എഴുതി തരാം. ഇറ്റ് ഈസ് എ ബിഗ് ബേർഡ്. ഇറ്റ്സ് എ ബിഗ് ബേർഡ്. നൗ ഇറ്റ്സ് ഫെദേഴ്സ് ആർ, its feathers are dash, colorful, colorless, colorful, colorless. So നോക്കി ഇവിടെ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? its feathers are colorful, colorless. അങ്ങനെ പറഞ്ഞ എന്താ? ഇതിന്റെ തൂവലുകൾക്ക് ശരിക്കും ഭയങ്കര കളർഫുൾ ആണോ? ഓക്കെ, ഭയങ്കര കളർഫുൾ ആണോ നമ്മൾ നോക്കുന്നേ. നോക്ക്, ഭയങ്കര കളർഫുൾ അല്ലേ നമ്മുടെ പീക്കോക്കിൻ്റെത്? നല്ല ഭംഗിയുള്ള ഒരു നിറത്തിലാണോ? അല്ല, അതിലെന്തുണ്ട്? ഒരുപാട് നിറങ്ങളുണ്ട് മയിൽപ്പീലി നോക്കുമ്പോ. സോ നമുക്ക് ഇവിടെ പറയാം കളർഫുൾ. നെക്സ്റ്റ് വൺ, ഇറ്റ് റൺസ് ഡാഷ്. ഇറ്റ് റൺസ് ഡാഷ്. എന്താണ് പറയുന്നത്? ഇറ്റ് റൺസ് ഫാസ്റ്റ്. നമ്മുടെ മയിൽ എന്ത് ചെയ്യും? മയിൽ ഓടും, സ്പീഡിലാണ് ഓടാ. മയിൽ എന്ത് ചെയ്യും? നല്ലോണം ചിലപ്പോ ആക്രമിക്കാൻ വരും, നമ്മളൊക്കെ അടികൂടാൻ വരും. നമ്മൾ എന്ത് ചെയ്യും? കൊത്തും അത് നല്ലോണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പേടില്ലാത്ത മയിലിന്റെ അടുത്തേക്കൊന്നും എന്ത് ചെയ്യരുത്, നമ്മൾ പോകരുത്. അപ്പോ ഇറ്റ് റൺസ് ഫാസ്റ്റ്, പെട്ടെന്ന് എന്ത് ചെയ്തോളും? ഓടി വന്നാളും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹാസ് എ ഡാഷ് tail. It has a dash tail. ഇവിടെ നോക്കി, ചെറിയ കുഞ്ഞു വാലാണോ വലിയ വാലാണോ? നീളമുള്ള വലിയ വാലുണ്ട് ആർക്ക്? പീക്കോക്കിന്. അപ്പൊ ഇറ്റ് ഹാസ് എ ലോങ് ടെയിൽ. നീളമുള്ള വലിയ വാലുണ്ട് മയിലിന്. അപ്പോ മയിൽ എന്താണ്? ഒരു വലിയ പക്ഷിയാണ്, നീണ്ട വാലുള്ള നല്ലൊരു പക്ഷിയാണ്. മയിലിന്റെ തൂവലുകൾ വളരെ ഭംഗിയുള്ളതാണ്. ഒരുപാട് നിറങ്ങൾ കൂടിച്ചേർന്നാണ് മയിലിന്റെ തൂവൽ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ പഠിച്ചില്ലേ? ഇത്ര കാര്യങ്ങളെ നമ്മളോട് എന്ത് പറയുന്നുള്ളൂ? ഇവിടെ പഠിക്കാനും പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ്.